ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SCERT ക്ലാസ് 10th മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, സാധ്യതകളുടെ ഗണിതം. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ആണ്. അപ്പൊ ഈ അടുത്ത് നടന്നിട്ടുള്ള, അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ബേസ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കാരണം പല ആൾക്കാർക്കും പ്രോബബിലിറ്റി കുറച്ച് ടഫാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസ് മുതൽ നമുക്ക് ഓരോ ലെവൽ കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊരു കോയിൻ ടോസ് ചെയ്തെന്ന് വിചാരിച്ചോ. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, സാധ്യത എത്രയാ, എങ്ങനെ കണ്ടുപിടിക്കുക? 1/2 ആണ് കിട്ടുക അല്ലേ? കാരണം നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട് അല്ലേ? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്, ടെയിൽ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ ഇതിനകത്ത് എത്ര ടെയിൽ ഉണ്ട്? ഒരു ടെയിലാണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ 1 എഴുതി. ബൈ എന്ത് എഴുതണം? മൊത്തം എത്ര ഉണ്ട് നോക്കുക. അതായത് മൊത്തം ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. അപ്പൊ ആ മൊത്തം ആണ് നമ്മൾ എവിടെ എഴുതുന്നത്? താഴെ എഴുതുന്നത്. അതായത് ഒരു ഹെഡും ഒരു ടെയിലും, അങ്ങനെ 1 + 1 2 എന്ന് പറഞ്ഞ് എഴുതി. മനസ്സിലായോ? അപ്പൊ 1/2 ആണ് നമുക്ക് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ ആയോ? ഇനി പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു × 100 കൂടെ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50% എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ പേഴ്സണലാക്കാൻ പറയുകയാണെങ്കിൽ × 100 കൂടെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ഇതിനകത്ത് എത്ര ഹെഡ് ഉണ്ട്? ഒരു കോയിനകത്ത് ഒരു ഹെഡ് ആയിരിക്കും ഉള്ളത് അല്ലെ? മൊത്തം എത്രയുണ്ട്? ഒരു ഹെഡും ഒരു ടെയിലും. അപ്പൊ മൊത്തം 2. അപ്പൊ 1/2, അതായത് ശതമാനം ചോദിക്കുകയാണെങ്കിൽ × 100 ചെയ്യുക, 50% ആയിരിക്കും നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 50-50 കിട്ടാനുള്ള ചാൻസ് അല്ലേ? ഹെഡ് കിട്ടാനുള്ള ചാൻസ് 50%, ടെയിൽ കിട്ടാനുള്ള ചാൻസ് 50%. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നോക്കിയാണല്ലോ. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ടോട്ടൽ പ്രോബബിലിറ്റി, ടോട്ടൽ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ ഫ്രാക്ഷനിൽ പറയുമ്പോൾ? 1/2 ആണ് അല്ലെ? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ ഫ്രാക്ഷനിൽ പറയുമ്പോൾ? 1/2 ആണ്. ഇത് രണ്ടും നമ്മൾ കൂട്ടി നോക്കിയേ, താഴെ സെയിം ആണ്. അപ്പം ആ 2 അങ്ങനെ തന്നെ എഴുതുക. 1 + 1 2 വരും അല്ലെ? അപ്പൊ എത്ര ആൻസർ കിട്ടുക? 1 ആണ്. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാം, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വേണം നമ്മൾ മുകളിൽ എഴുതാൻ. അതിനെയാണ് നമ്മൾ പറയാ ഫേവറബിൾ നമ്പർ എന്ന് പറയാ. എന്താ പറയാ? ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ ആണ് നമ്മൾ താഴെ എഴുതുക. അതല്ലേ നമ്മൾ ഇത്ര നേരം ചെയ്തിട്ട് മനസ്സിലായത് അല്ലെ? നമ്മൾ ടെയിലിന്റെ പ്രോബബിലിറ്റി സാധ്യത ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് എഴുതി? 1/2 എന്ന് എഴുതി. അപ്പം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം നമ്മൾ മുകളിൽ എഴുതുക, അതേപോലെ തന്നെ ടോട്ടൽ നമ്മൾ എവിടെ എഴുതണം? താഴെ എഴുതി വെക്കുക. ഇതാണ് സാധ്യതയുടെ ഫോർമുല. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. SCERT കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും. ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ? ഒരു പെട്ടി നമുക്ക് വരയ്ക്കാം. ഒരു പെട്ടിനകത്ത് 6 കറുത്ത പന്ത് ബ്ലാക്ക് ബോൾസും അതുപോലെ തന്നെ 4 വൈറ്റ് ബോൾസും ആണ് ഉള്ളത്. ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ, അപ്പൊ ഇതിൽ നിന്ന് ഞാനൊരു പന്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കറുത്തതാകാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബ്ലാക്ക് ആവാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വേണം നമ്മൾ മുകളിൽ എഴുതാൻ അല്ലെ? അപ്പൊ ബ്ലാക്ക് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, എത്ര ബ്ലാക്ക് ഉണ്ട് ഇതിനകത്ത്? 6 ബ്ലാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ മുകളിൽ 6 എന്ന് എഴുതി. കാരണം നമ്മുടെ ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വേണം നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാൻ. ഇനി താഴെ എന്ത് എഴുതണം? മൊത്തം എഴുതണം അല്ലെ? അപ്പൊ മൊത്തം എത്ര ബോൾസ് ഉണ്ട്? 6 + 4 10 ബോൾസ് ആണ് ഉള്ളത് ആണല്ലോ. ആൻസർ കിട്ടിയില്ലേ? 6/10. ഇനി ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് നോക്കുക കേട്ടോ. ഇപ്പൊ 6/10 ആണെങ്കിൽ 6/10 നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റുമല്ലോ. 2 × 3 2 × 5. അപ്പൊ 3/5 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സാധ്യത എത്രയാണ്? 3/5. ഇനി ഇതേപോലെ വെളുത്ത കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? വെളുത്ത ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞു തന്നെ. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് വൈറ്റ് ആണ് അല്ലെ? അപ്പൊ അത് വേണം നമ്മൾ മുകളിൽ എഴുതാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വെള്ള ബോളുകൾ ഉണ്ട്? 4 ഉണ്ട്. ബൈ മൊത്തം എത്രയാ? 4 + 6 10. വെട്ടിക്കുറയ്ക്കുക, 2ൽ 2ഉം പോവും അല്ലെ? അപ്പൊ 2 × 2 2 × 5. ഓക്കെ, 10 കിട്ടാൻ. അപ്പൊ 2/5 എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഈ 3/5ഉം 2/5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ആൻസർ ആയിട്ട് കിട്ടണ്ടേ? 1 കിട്ടും. ശരിയല്ലേ? 3/5 + 2/5 എന്ന് പറഞ്ഞാൽ 5/5 1 ആയിട്ട് കിട്ടും.
അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ചപ്പന്തും ഉണ്ട്. ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിട്ടില്ലേ, ഒരു സഞ്ചിയിൽ ഓക്കെ ബാഗ് 1 എന്ന് കൊടുക്കാം കേട്ടോ. ബാഗ് 1-നകത്ത് 3 റെഡും ഉണ്ട്, അതുപോലെ തന്നെ 7 പച്ചയുണ്ട്, ഗ്രീനും ഉണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യതയാണ്, റെഡ് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വേണം നമ്മൾ മുകളിൽ എഴുതാൻ, ന്യൂമറേറ്റർ ആയിട്ട് എഴുതാൻ. അപ്പൊ റെഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര റെഡ് ഉണ്ട്, 3 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 3 ടോട്ടൽ എത്രയുണ്ട്, 3 + 7 10 കിട്ടും. അപ്പൊ 3/10 ആണ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, സാധ്യത. ഏത് ബാഗിൽ നിന്ന്, ആദ്യത്തെ ബാഗിൽ നിന്ന് ചുവന്ന ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്, 3/10. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ സഞ്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ സഞ്ചി ബാഗ് 2, അതിനകത്ത് എത്ര റെഡ് ബോൾസ് ഉണ്ട്, 8 ചുവന്ന പന്തുണ്ട് അല്ലെ. അപ്പൊ 8 ചുവന്ന പന്തുണ്ട്, 7 പച്ചപ്പന്ത്, അപ്പൊ 7 ഗ്രീൻ ഉണ്ട്. ഇനി ചുവപ്പ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് നമ്മൾ മുകളിൽ എഴുതും അല്ലെ, റെഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 8 മൊത്തം എത്രയുണ്ട്, 8 + 7 15 കിട്ടും. അപ്പൊ രണ്ടാമത്തെ ബാഗിൽ നിന്ന് നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത ചോദിക്കുകയാണെങ്കിൽ 8/15 ആണ്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി. ഓക്കെ, അപ്പൊ 2 സഞ്ചിയിലെയും പന്തുകൾ ഒറ്റ സഞ്ചിയിലാക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒറ്റ സഞ്ചി വരയ്ക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എത്ര റെഡ് ഉണ്ട്, ഇവിടെ 3 റെഡ് ഉണ്ട്, ഇവിടെ 8 ഉണ്ട് അല്ലെ. അപ്പൊ 8 + 3 11 ചുവപ്പ് ബോൾസ് ആണ് നമ്മുടെ മൂന്നാമത്തെ സഞ്ചിയിലുള്ളത് കേട്ടോ. അതേപോലെ തന്നെ എത്ര പച്ചയുണ്ട്, ആദ്യത്തെ ബാഗിനകത്ത് 7 പച്ചയും രണ്ടാമത്തെ ബാഗിനകത്തും 7 പച്ചയും, അങ്ങനെ 14 പച്ച ബോളുകളാണ് നമ്മുടെ മൂന്നാമത്തെ സഞ്ചിയിലുള്ളത്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി, അതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റെഡ് ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് നമ്മൾ മുകളിൽ എഴുതും അല്ലെ. അപ്പൊ ഇവിടെ 11 ആണ് നമുക്ക് റെഡ് ആയിട്ടുള്ളത്. അപ്പൊ 11 ടോട്ടൽ ചെയ്യണം അല്ലെ. മൊത്തം എത്രയാ, 11 + 14 എത്ര കിട്ടും, 25 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ 11/25 ആണ് ചുവപ്പ് ബോള് മൂന്നാമത്തെ ബാഗിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 അക്ക സംഖ്യകൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, 10 മുതൽ 99 വരെയാണ് നമുക്ക് 2 അക്ക സംഖ്യകൾ ഉള്ളത് അല്ലെ. ഇനി അപ്പൊ ഇതിനിടയിൽ ഈ 10-നും 99-നും ഇടയിൽ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. എന്താ ചെയ്യേണ്ടത്, അവസാനത്തെ നമ്പർ അതിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറയ്ക്കുക അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം ഒരു 1 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനിടയിൽ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, 99 - 10 ചെയ്യാം കേട്ടോ. അപ്പൊ എത്ര കിട്ടി, 89 എന്ന് പറഞ്ഞു കിട്ടും. അതിന്റെ ഒപ്പം ഒരു 1 കൂടെ കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് ഇതിനിടയിലുള്ള എണ്ണൽ സംഖ്യകൾ കിട്ടുക. ഓക്കെ, അപ്പൊ എണ്ണൽ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയാ, അവസാനത്തെ നമ്പർ മൈനസ് ആദ്യത്തെ നമ്പർ പ്ലസ് 1 ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 90 എണ്ണൽ സംഖ്യകളാണ് ഈ 10-നും 99-നും ഇടയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് ഓക്കെയാണല്ലോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ എന്താ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ 81 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറാ. എങ്ങനെയാ മനസ്സിലായേ, 81-ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 9 കിട്ടും അല്ലെ. 9 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് 81 കിട്ടുക. ഇനി അതേപോലെ തന്നെ 25 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറാ. എങ്ങനെ മനസ്സിലായി, 25-ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണ് അല്ലെ. അല്ലെങ്കിൽ 5 സ്ക്വയർ എന്ന് പറയുന്നതാണ് 25. അപ്പൊ ഇതേപോലെയുള്ള ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ മലയാളം പഠിച്ചു വെച്ചേക്കുക, പൂർണ്ണവർഗം കേട്ടോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ഈ 10-നും 99-നും ഇടയിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നോക്കാം അല്ലെ. 10-നും 99-നും ഇടയിൽ ഏതൊക്കെയാ വരുന്നത്, 16 ഉണ്ട്, 16-ന്റെ സ്ക്വയർ റൂട്ട് 4 അല്ലെ. പിന്നെ എത്രയാ, 25 ഉണ്ട്, വേഗം പറഞ്ഞു, 36 ഉണ്ട്, 49 ഉണ്ട്, 64 ഉണ്ട്, പിന്നെ 81, പിന്നെ 100 വരുന്നത്. 100 നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇല്ല, കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 99-നും 10-നും 99-നും ഇടയിലാണ്. അപ്പൊ എന്തായാലും 100 നമുക്ക് പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര എണ്ണം വരും, 1 2 3 4 5 6 എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്,
പറയുന്ന സംഖ്യ പൂർണ്ണ വർഗമാകാനുള്ള സാധ്യത. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവമായിരിക്കും നമ്മൾ മുകളിൽ എഴുതുക. ഇവിടുത്തെ സാധ്യത എത്രയാ? 6 ബൈ ടോട്ടൽ എത്രയുണ്ട്? നമ്മളിപ്പോ കണ്ടുപിടിച്ചു 10നും 99നും ഇടയിൽ 90 എണ്ണൽ സംഖ്യകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ബൈ ടോട്ടൽ ആയിരിക്കും നമ്മൾ താഴെ എഴുതുക. ഇനി ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞേ 6ലും 90ലും 3 വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. 3 × 2 3 × 30 2/30 എന്ന് പറഞ്ഞാൽ രണ്ടിലും 2 പോവും അല്ലെ. അപ്പൊ 1/15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1/15 ആണ് നമ്മുടെ സാധ്യത. അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്നും ഒരു കടലാസ് എടുത്തു. കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിനിലേക്ക് കയറിനേക്കാളും മുമ്പ് ചെറിയൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ 5 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 5 നമ്പേഴ്സിൽ എത്ര ഇരട്ട സംഖ്യയുണ്ട്, എത്ര ഒറ്റ സംഖ്യയുണ്ട്, എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നോക്കിയേ 1 2 3 4 5. ഓക്കെ, ഇതിനകത്ത് എത്ര ഒറ്റ സംഖ്യയുണ്ട്? 1 3 5. അപ്പൊ ഒറ്റ സംഖ്യ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ. ഓഡ് നമ്പേഴ്സ് 3 എണ്ണം ഉണ്ട്. ഈവൻ നമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ 2 എണ്ണം. ഈ ഓഡ് നമ്പേഴ്സിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കും ഈവൻ നമ്പർ വരിക, അതായത് 2 ആയിരിക്കും വരിക 5ന്റെ കേസിലാണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ 7ന്റെ കേസിൽ ചോദിക്കുകയാണെങ്കിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 3 ഇരട്ട സംഖ്യ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ 4 ഒറ്റ സംഖ്യയാണ് ഉള്ളത്. അതേപോലെ തന്നെ 25 നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 25 എണ്ണൽ സംഖ്യകളിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാവും? 13 ഒറ്റ സംഖ്യകളും ഓഡ് നമ്പേഴ്സും അതുപോലെ തന്നെ 12 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 25 നമ്പേഴ്സിൽ 12 ഇരട്ട സംഖ്യകളുണ്ട് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വേണം നമ്മൾ എപ്പോഴും മുകളിൽ എഴുതാൻ. അപ്പൊ 12 ടോട്ടൽ എത്രയാ വരുന്നത്? 25 ആണ് അല്ലെ. 12/25 ആണ് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത. എത്രയാണ്? 12/25. ഇനി മറ്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ള ഒറ്റ സംഖ്യയാണ്. അപ്പൊ അത് മുകളിൽ എഴുതുക. 13 ടോട്ടൽ എത്രയാ? 25. 13/25 ആയിരിക്കും ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 12/25 + 13/25 എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അത്രയൊക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. കടലാസിൽ ആ സംഖ്യ അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ 1നും 25നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? അഭാജ്യ സംഖ്യകളുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആ നമ്പർ മാത്രമേ അതിന്റെ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാ വരിക? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, പിന്നെ എത്രയാ? 11 13 17 19 23 അല്ലെ. അപ്പൊ 1നും 25നും ഇടയിൽ 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ 2 നോക്കുകയാണെങ്കിൽ 2ഉം 1ഉം മാത്രമേ അതിന്റെ ഫാക്ടർ ആയിട്ടുള്ളൂ അല്ലെ. 3 ആണെങ്കിൽ 3ഉം 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 5 ആണെങ്കിൽ 5ഉം 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 6 നോക്കുകയാണെങ്കിലോ 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ? 2 3 ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 6 അഭാജ്യ സംഖ്യ അല്ല കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ 9 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 9 കിട്ടി. 9 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 25 വരെയുള്ള അതിന്റെ പ്രോബബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ടോപ്പിൽ എഴുതി. ബൈ താഴെ നമ്മൾ എന്ത് എഴുതണം? ഡിനോമിനേറ്ററിൽ നമ്മൾ മൊത്തം എഴുതണം, ടോട്ടൽ എഴുതണം. ടോട്ടൽ എത്രയാണ്? 25. അപ്പൊ 9/25 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ലാത്ത കേസ് കേട്ടോ. അതായത് നമുക്കറിയാം 365 ഡേയ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഒരു സാധാരണ വർഷത്തിൽ 365 ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി അതിനകത്ത് എത്ര ആഴ്ചകൾ ഉണ്ടാവും? ആഴ്ചകൾ 52 ആഴ്ചകളാണ് കേട്ടോ. 52 വീക്സ് ആണ് ഉള്ളത്. അതെങ്ങനെയാ മനസ്സിലായേ? 365നെ നമ്മൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അല്ലെ. 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 7 × 5 35, റിമൈനിങ് 15 കിട്ടും അല്ലെ. അപ്പൊ 7 × 2 14, റിമൈൻഡർ ആയിട്ട് 1 കിട്ടും. അതായത് ശിഷ്ടം 1 കിട്ടും. 52 ആഴ്ചയുണ്ട്, ഒരു ദിവസമുണ്ട്. ഒരു ദിവസം. ഓക്കെ, 52 ആഴ്ചയും ഒരു ദിവസമാണ് ഒരു സാധാരണ വർഷത്തിലുള്ളത്. ലീപ്പ് ഇയറിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, സാധാരണ വർഷമാണ്. ഇനി ആ ഒരു ദിവസം ഉണ്ടല്ലോ, സൺഡേ ആവാം, സാറ്റർഡേ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ ആവാം, അല്ലെങ്കിൽ ഫ്രൈഡേ ആവാം അല്ലെ. ഇതിൽ ഏത് വേണമെങ്കിലും ആ ഒരു ദിവസം ആവാം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൺഡേ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? ഈ 7 എണ്ണത്തിനകത്ത് നമ്മൾ എപ്പോഴും അടിയിൽ എഴുതുന്ന എത്രയാ? ടോട്ടൽ ആയിരിക്കും. 7 എണ്ണത്തിനകത്ത് ഞായറാഴ്ച വരാനുള്ള ചാൻസ് 1 ആണ് അല്ലെ? അപ്പൊ 1/7 ആണ് നമുക്ക് ഞായറാഴ്ച കിട്ടാനുള്ള ചാൻസ്. ശനിയാഴ്ച ചോദിക്കുകയാണെങ്കിലും 1/7 ആണ്, തിങ്കളാഴ്ച ചോദിക്കുകയാണെങ്കിലും 1/7 ആണ്, ഏത് ചോദിക്കുകയാണെങ്കിലും അത് വരുന്ന ചാൻസ് എത്രയായിരിക്കും? 1/7 ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറമുള്ള ഭാഗത്തിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് പച്ച ഭാഗത്തിലാകാനുള്ള സാധ്യത കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മഞ്ഞ കളറുണ്ട്, പച്ച കളറുണ്ട്. ഇതിനകത്ത് ഞാൻ കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് പച്ച ഭാഗത്താവാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഇവിടെ പൈതഗോറസ് തിയറവും അതുപോലെ തന്നെ ഏരിയ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ദേ ഇവിടെ ഇങ്ങനെ 2 ഡയഗണൽ വരയ്ക്കുകയാണ്. ഇങ്ങനെ 2 ഡയഗണൽ വരച്ചു. ഇനി നിങ്ങൾ തന്നെ എനിക്ക് ആൻസർ പറഞ്ഞു തരും കേട്ടോ. അവിടെ നോക്കിയേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഭാഗവും ഈക്വൽ ആണ് അല്ലെ? ഈ 2 ഭാഗം ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്? അതേപോലെ തന്നെ ഈ ഭാഗവും ഈക്വൽ ആണ്. ഓക്കെ, ഇനി 5ഉം 6ഉം ഈ 2 ഭാഗവും ഈക്വൽ ആണ്. അതുപോലെ തന്നെ 7ഉം 8ഉം അല്ലെ? ഈ ഭാഗങ്ങൾ ഈക്വൽ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഈക്വൽ ആയിട്ട് വരും അല്ലെ? 1 2 3 4 5 6 7 8 ഈ എല്ലാ ഭാഗങ്ങളും ഈക്വൽ ആയിട്ട് വരും. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പച്ച ഭാഗത്താകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. പച്ച ഭാഗം. അപ്പൊ പച്ച ഭാഗം നോക്കിയിട്ട് പറഞ്ഞ സാധ്യത നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ ആണ് അല്ലെ? ഇവിടെ പച്ച വരാനുള്ള ചാൻസ് എത്രയാ? 1 2 3 4 4 കഷ്ണങ്ങളല്ലേ പച്ചയായിട്ടുള്ളത്? അപ്പൊ ഞാനിവിടെ 4 എന്ന് എഴുതി ബൈ മൊത്തം എത്ര കഷ്ണങ്ങളുണ്ട്? 8 കഷ്ണങ്ങളുണ്ട് അല്ലെ? നമ്മൾ മഞ്ഞയും കൂടെ നോക്കണം. 1 2 3 4 5 6 7 അങ്ങനെ മൊത്തം നമുക്ക് 8 കഷ്ണങ്ങളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ച വരാനുള്ള സാധ്യത എത്രയാ? 1/2 ആണ്. ഇനി പെർസെന്റേജ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 50% കിട്ടും. 1/2 × 100 ചെയ്യുക, 50% കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ ഏരിയയുടെ ഫോർമുല ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിനൊരു ഡയഗണൽ വരച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.